ഞാനിപ്പോൾ ജീവിച്ച് തുടങ്ങിയിട്ടേ ഉള്ളൂ. എനിക്കിപ്പോഴാണ് ഒരു ഫാമിലി കിട്ടിയത്. അതെല്ലാവരും കൂടെ ചേർന്ന് നശിപ്പിച്ച് നാരായണക്കല്ലാക്കി. എനിക്ക് എൻ്റെ ഫാമിലി വേണം. ഇത്രയും നാള് ഒരനാഥയെ പോലെ ഞാൻ ജീവിച്ചത്. പോക്സോ കേസ് എടുത്തതിനെ തുടർന്ന് തന്റെയും കുഞ്ഞിന്റെയും ചിത്രങ്ങൾ സഹിതമാണ് യൂട്യൂബ് ചാനലുകൾ വാർത്തകൾ നൽകിയത്. വ്യക്തിപരമായ അധിക്ഷേപം, സംഭാവനകളുമായി ബന്ധപ്പെട്ട ഊതിപ്പെരിപ്പിച്ച കണക്കുകൾ എന്നിവയായിരുന്നു ഉള്ളടക്കം. എനിക്കിതിന് ഒരു നീതി വേണം. ഇനിയും സമൂഹത്തിന് മുമ്പ് ഇപ്പം കുഞ്ഞിനെ കൊണ്ടൊന്ന് ഹോസ്പിറ്റലിൽ പോലും പോകാൻ പറ്റത്തില്ല. ചുറ്റുമുള്ളവരൊരുമാതിരി എല്ലാവരെയും വിളിച്ച് അടുത്ത് നിൽക്കുന്നവരെ പോലും വിളിച്ച് കാണിക്കും. എന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കും. യൂട്യൂബിലൊക്കെ ഒരുപാട് വീഡിയോസും കാര്യങ്ങളും ഒക്കെ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ഞാൻ പോസ്കോ കേസിലെ ഏരിയയാണ്. എൻ്റെ കുഞ്ഞ് അതിൽ ജനിച്ചതാണ്. എൻ്റെ കുഞ്ഞിൻ്റെ ഫോട്ടോ ഉൾപ്പെടെ ഇട്ടിട്ടാണ് പോസ്കോയിൽ ജനിച്ച കുട്ടീന്നും പറഞ്ഞ് ചെയ്യുന്നത്. എവിടെ നാളൊരു സമയത്ത് ഈ സമൂഹത്തിൽ വളർന്നു വരാനുള്ളതാണ്. ഇവളൊരു പെങ്കൊച്ച. അതുപോലെ തന്നെ ഇവൾക്ക് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ട്. ഇതേപോലെ ഹൃദയത്തിൽ മതിലിൽ ഹോളും ടൈറോയിഡും ഒക്കെ ഉള്ള ഒരു കുട്ടിയാണ്. അപ്പോൾ അത് ഞങ്ങൾ നുണ പറയുക, സഹതാപത്തിന് വേണ്ടി ഞങ്ങൾ നുണ പറയുക, അങ്ങനെയൊക്കെ പറഞ്ഞ് ഒത്തിരി വീഡിയോസും കാര്യങ്ങളും എല്ലാം ചെയ്യുന്നുണ്ട്. യൂട്യൂബേഴ്സ് അതുപോലെ തന്നെ വീടിൻ്റെ വാതിൽക്ക് വന്ന് എന്നിട്ട് ഇതേപോലെ ഒരുപാട് മോശപ്പെട്ട രീതിക്ക് സംസാരിക്കും. കുഞ്ഞിൻ്റെ എൻ്റെ ഫോട്ടോസ് വെച്ചിട്ട് ഇതേപോലെ പന്ന രീതിക്കുള്ള സംസാരവും വീഡിയോസും. ഈ യൂട്യൂബേഴ്സിനെതിരെയുള്ള കേസും കാര്യങ്ങളും എല്ലാം കൊടുത്തു. അതിലൊന്നും ഒരു നീതിയോ അല്ലെങ്കിൽ അതിനൊരു ആക്ഷനോ ആരും എടുത്തിട്ടില്ല. അതുകൊണ്ടാണ് ഇങ്ങനൊരു പത്രസമ്മേളനം വിളിച്ച് കൂട്ടിയിട്ട് ഇതിൽ നിന്നെങ്കിലും എനിക്കൊരു നീതി നേടിത്തരണം. 18 വയസ്സ് പൂർത്തിയായ ശേഷമുണ്ടായ ബന്ധത്തിലാണ് തങ്ങൾക്ക് കുഞ്ഞു പറഞ്ഞത്. മറിച്ചുള്ള ആരോപണങ്ങൾക്ക് യാതൊരു അടിസ്ഥാനവുമില്ല. സ്ഥാപന നടത്തിപ്പുമായി ബന്ധപ്പെട്ട് വായ്പകളുണ്ട്. ആഭരണങ്ങൾ പലതും പണയം വെച്ചാണ് കാര്യങ്ങൾ നീക്കിയത്. സ്ഥാപനം പൊട്ടിക്കാനുള്ള നീക്കവും കേസിന്റെ മറവിൽ നടക്കുന്നു. സന്ധ്യ പല്ലവി എന്ന് പറയുന്ന ഒരു സ്ത്രീ ആദ്യം ഈ കേസ് മുന്നോട്ട് കൊണ്ടുവരുന്നത്. അയാളെന്ന് പറയുമ്പോഴത്തേക്ക് ആ വ്യക്തി എന്ന് പറയുമ്പം ഞങ്ങളുടെ സ്ഥാപനത്തിൽ ഞാൻ ചിൽഡ്രൻസ് ഹോമിൽ അന്തേവാസിയായിട്ട് നിന്നപ്പോൾ ആ സ്ഥാപനത്തിൽ ജോലിക്ക് വന്ന ഒരു സ്ത്രീയാണ്. 2 ദിവസമേ അവരവിടെ നിന്നുള്ളൂ. അങ്ങനെ അമ്മമാരെയും കുഞ്ഞുങ്ങളെയും കൊണ്ട് പറയിപ്പിച്ച് ഓരോ വീഡിയോ എടുക്കാൻ വന്ന ഒരു വ്യക്തിയാണ്. അതും ആരുടെയോ പിൻബലത്തിലാണ് അവിടെ വരുന്നത്. ഞങ്ങളുടെ സ്ഥാപനം തകർക്കണമെന്നുള്ള ഉദ്ദേശത്തിലാണ് ആ സ്ത്രീ അവിടെ വരുന്നത്. ഞാൻ തറപ്പിച്ച് പറയാം, 18 വയസ്സിന് ശേഷം മാത്രമേ ഞാനും എൻ്റെ ഹസ്ബൻഡും കൂടെ ബന്ധപ്പെട്ടിട്ടുള്ളൂ. നിങ്ങളൊക്കെ ഫാമിലിയിലുള്ള അനിയത്തിയോടും പെങ്ങളോടൊക്കെ ഈ ഒരു അവസ്ഥ വരുന്നേ ഒന്ന് ചിന്തിച്ചപ്പോൾ സ്വന്തം ഭർത്താവും ഞാനും ബന്ധപ്പെട്ട ഡേറ്റ് ഉൾപ്പെടെ എല്ലാവരുടെയും ഈ സമൂഹത്തിന് മുമ്പ് പറയേണ്ട ഗതികേട്. ഇപ്പം എനിക്ക് ഇതിനെന്തെങ്കിലും ഒരു നീതി വേണം. കാരണം നാളെ ഒരു സമൂഹത്തിൽ ഇതൊരു പെൺകുട്ടിയാണ്. അവൾ ഇത് കേട്ടാണ് വളർന്നു വരേണ്ടത്. നാളെ ഒരു സമയത്ത് മറ്റുള്ളവരും അവൾ ആ കണ്ണുകൊണ്ടേ കാണത്തുള്ളൂ. അനാഥാലയത്തിലെ അന്തേവാസിയായിരിക്കെ പെൺകുട്ടി ഗർഭവതിയായെന്നും 18 വയസ്സ് പൂർത്തിയായതിനു പിന്നാലെ നടത്തിപ്പുകാരി മകനെ കൊണ്ട് യുവതിയെ വിവാഹം കഴിപ്പിച്ചെന്നുമുള്ള പശ്ചാത്തലത്തിലാണ് പോക്സോ കേസ് രജിസ്റ്റർ ചെയ്യപ്പെട്ടത്. ഇതിനു പിന്നാലെ അമ്മയും മകനും ഒളിവിൽ പോയി. ഇരുവരും മുൻകൂർ ജാമ്യാപേക്ഷയുമായി ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുകയാണ്. ഉദയഗിരിജ വിവാദങ്ങൾ കത്തിപ്പടർന്നുകൊണ്ടിരുന്നപ്പോൾ കുടുംബവുമായി ഒളിവിലായിരുന്നു. ഏകദേശമെല്ലാം ഒന്ന് കെട്ടമർന്നപ്പോൾ മറുപടിയുമായി എത്തിയിട്ടുണ്ട്. അനാമിക വിഷ്ണു എന്ന യൂട്യൂബ് ചാനലിലൂടെയാണ് ചില തുറന്നു പറച്ചിലിനു വേണ്ടി ഗിരിജ വന്നിരിക്കുന്നത്. പക്ഷേ സോഷ്യൽ മീഡിയ വഴി ആളുകൾ നിരന്തരം പുറത്തുവിട്ടിരുന്ന വോയിസ് ക്ലിപ്പുകൾക്കോ വീഡിയോ ക്ലിപ്പുകൾക്കോ കൃത്യമായി നടത്തിയ ആരോപണങ്ങൾക്കോ ഒന്നും തന്നെ മറുപടിയില്ല. ഞാൻ നിരപരാധിയാണ്, സത്യസന്ധയാണ്, മിനിമം ബാലൻസ് പോലും ഇല്ലാത്ത 2 അക്കൗണ്ടുകൾ തന്റെ പേരിലുണ്ട്, ലക്ഷങ്ങളുടെ കടബാധ്യതകളുണ്ട്, ജപ്തിയുടെ മുമ്പിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. മാത്രമല്ല തന്റെയും തന്റെ മരണപ്പെട്ട ഭർത്താവിനെയും മക്കളെയും ഒക്കെ യാതൊരു അടിസ്ഥാനവുമില്ലാതെ അങ്ങേയറ്റം മോശമായി ചിത്രീകരിച്ചുകൊണ്ട് യൂട്യൂബുകാർ വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഒരമ്മ എന്ന രീതിയിൽ തന്റെ ഹൃദയം അങ്ങേയറ്റം തകർന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് താൻ നിരപരാധി എന്നുള്ള കാര്യം സമൂഹം മനസ്സിലാക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ് തന്റെ വീഡിയോയുടെ തുടക്കം. ആദ്യം തന്നെ സാമ്പത്തിക സ്ഥിതിയെക്കുറിച്ച് പറയുന്നത് നമുക്കൊന്ന് കേട്ടുനോക്കാം. കാശിയിലോ എവിടങ്ങളിലൊക്കെ വസ്തുവുണ്ട് എന്ന് എല്ലാരും പറയുന്നു. ഇവിടെ അന്നെന്നുള്ള ആഹാരം എൻ്റെ അമ്മമാർക്ക് ഇപ്പോഴത്തെ ഈ അവസ്ഥയിൽ എൻ്റെ അമ്മമാർക്ക് ഭക്ഷണം കൊടുക്കാനില്ലാതെ ഞങ്ങൾ വിഷമിക്കുന്നു. ഞങ്ങൾ അത്രയ്ക്ക് കഷ്ടപ്പെടുന്നു. ഈ കോടികൾ എനിക്കുണ്ടെന്ന് പറയുന്ന ആൾക്കാർ പറക്കോട് സർവീസ് സഹകരണ ബാങ്കില്, നെടുമൺ സർവീസ് സഹകരണ ബാങ്കില്, കുണ്ടയം സർവീസ് സഹകരണ ബാങ്കില് ചെന്നൊന്ന് അന്വേഷിക്കുക ഉദയഗിരിജിക്ക് എത്ര രൂപയുടെ കടമുണ്ടെന്ന്. ഒന്നും കൂടെ പറയാം, പറക്കോട് സർവീസ് സഹകരണ ബാങ്കില്, നെടുമൺ സർവീസ് സഹകരണ ബാങ്കില്, അതേപോലെ കുണ്ടയം സർവീസ് സഹകരണ ബാങ്കില് നിങ്ങൾ ചെന്നൊന്ന് അന്വേഷിച്ച് നോക്കുക. എനിക്ക് പിന്നെ 2 ബാങ്കിൽ അക്കൗണ്ട് ഉള്ളത്. ഒന്ന് ഇളമണ്ണൂർ SBIയില്, ഒന്ന് സൗത്ത് ഇന്ത്യൻ ബാങ്ക് പത്തനാപുരത്ത്. ഈ 2 ബാങ്കിൽ നിങ്ങൾ പോയി അന്വേഷിക്കുക എനിക്ക് എത്ര ബാങ്ക് ബാലൻസ് ഉണ്ടെന്ന്, എന്റെ പിള്ളേരെയോ 6 പേർക്ക് എന്തോ ഉണ്ടെന്ന്. കടം അല്ലാതെ എന്റെ ജീവിതത്തിൽ എനിക്ക് സ്വന്തമായിട്ട് എനിക്ക് ഒന്നുമേ ഞാൻ ഉണ്ടാക്കിയിട്ടില്ല, ഉണ്ടാക്കാൻ പറ്റത്തില്ല. ഇതെങ്ങനെയാണ് നമ്മൾ സമ്പാദിക്കാൻ പറ്റുന്നത്?
ഇങ്ങനെ പറയുന്ന കേട്ടു CSR ഫണ്ട് 12 കോടി രൂപ വന്നു, CSR ഫണ്ട് കിട്ടി. നിങ്ങൾക്ക് നമ്മുടെ ഈ ട്രസ്റ്റിന്റെ അക്കൗണ്ടിൽ വരുന്നത്, ഈ ട്രസ്റ്റിന്റെ അക്കൗണ്ട് ഒറ്റ ബാങ്കേ ഉള്ളൂ, അതായത് SBI ഇളമണ്ണൂർ. നിങ്ങൾ അവിടെ പോയി അന്വേഷിക്കാം. നിങ്ങൾക്ക് എന്റെ ആധാറിന്റെ നമ്പരോ അല്ലെങ്കിൽ എന്റെ അക്കൗണ്ട് നമ്പരോ എന്ത് വേണമെങ്കിലും ഞാൻ നിങ്ങൾക്ക് തരാം. നിങ്ങൾ സത്യസന്ധമായിട്ട് ഇവിടെ വന്ന് അന്വേഷിച്ചാൽ നിങ്ങൾക്ക് തരാൻ ഞാൻ തയ്യാറാണ്. എന്റെ കയ്യിൽ ഒരു 5 പൈസ എനിക്ക് സമ്പാദ്യമായിട്ട് എനിക്കില്ല. ആ എന്നെക്കുറിച്ചാണ് നിങ്ങൾ ഈ പറയുന്നത് മൊത്തം. ബാങ്കിൽ ലക്ഷങ്ങളുടെ കടബാധ്യതയുണ്ട്, ജപ്തിയുടെ മുമ്പിൽ നിൽക്കുകയാണ്, തിരിച്ചടക്കുവാൻ യാതൊരു മാർഗവുമില്ല. ഇതൊക്കെ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതൊരു വിധത്തിൽ പറഞ്ഞാൽ സമൂഹത്തിന്റെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയാണ്. നിങ്ങൾ ഉദ്ദേശിക്കുന്നത് പോലെ എനിക്ക് വരുമാനമൊന്നുമില്ല, അല്ലെങ്കിൽ നിങ്ങൾ എന്റെ ബാങ്ക് അക്കൗണ്ട് പരിശോധിക്കൂ. എന്റെ പേരിൽ ലോണുകളുണ്ട്, അത് തിരിച്ചടക്കാൻ പറ്റാത്ത സാഹചര്യത്തിലാണ്. എത്ര അടവാണ് മുടങ്ങിക്കിടക്കുന്നത് എന്നുള്ളത് നിങ്ങൾ നോക്കൂ എന്നൊക്കെ തുറന്നു പറയാ. എന്നാൽ പണമുള്ളവന്റെ കയ്യിൽ നിന്ന് അത് കൃത്യമായി വാങ്ങാനും അത് വേണ്ട തരത്തിൽ ചിലവഴിക്കാനും അത് ഉപയോഗിച്ച് ബിനാമി പേരിൽ ആസ്തികൾ വാരിക്കൂട്ടുവാനും ഇവർക്ക് നല്ല വിരുദ്ധമാണ്. കൂടി നമ്മൾ വിൽക്കുവാണെന്നും നമ്മൾ അല്ലാതുള്ള അമ്മമാരുടെ തലക്കടിച്ച് കൊല്ലുവാന്നും നമ്മൾ പീഡിപ്പിക്കുവാന്നും എന്നൊക്കെ. ഇത് കേരളമല്ലേ? ഒരമ്മയുടെ ബോഡി അങ്ങനെ വിൽക്കാൻ പറ്റുമോ? അങ്ങനെ വിൽക്കുകയെന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ ഇവിടെ ഇങ്ങനെ ഇരിക്കുമോ? സാമൂഹ്യനീതി വകുപ്പിൽ നിന്ന് വന്ന് നിങ്ങൾ എല്ലാവരും പറയുന്നു സാമൂഹ്യനീതി വകുപ്പ് അങ്ങനെ എങ്ങനെയാണ്. അവര് സത്യസന്ധതയല്ലേ നോക്കത്തുള്ളൂ. അവര് വന്ന് എല്ലാം നോക്കി അമ്മമാരോട് സംസാരിച്ചു, അവരെല്ലാം ഓക്കെയാണ്. ഈ യൂട്യൂബർമാർക്ക് മാത്രമേ ഉള്ളൂ പ്രശ്നം. അവർ ഈ സ്ഥാപനം എനിക്കെതിരെ നിൽക്കുന്നു. മെയിനായിട്ട് 2-3 പേര്. ഒരാൾക്ക് 2 ലക്ഷം രൂപ കൊടുത്ത് അയാളങ്ങ് ഒതുങ്ങിപ്പോവും. ഒരാൾക്ക് എന്താണ് വൈരാഗ്യം എന്ന് എനിക്കറിയില്ല. കൊച്ചുനാളിലെ കണ്ട സുറുമി, അവർക്ക് എന്താണ് പ്രശ്നമെന്ന് എനിക്കറിയത്തില്ല. അങ്ങനെ 1-2 പേര് എനിക്കെതിരെ നിൽക്കുന്നു. അതല്ലാതെ സാമൂഹ്യനീതി വകുപ്പോ കളക്ടറോ ഒരിക്കലും അവരൊന്നും സത്യത്തിന് നിരക്കാത്തതിന് കൂട്ടി നിൽക്കുന്നവരല്ല. നമ്മൾ സത്യസന്ധമായതുകൊണ്ട് നമ്മളെ അറിയുന്നു. സാമൂഹിക നീതി വകുപ്പ് അവർ സത്യസന്ധത മാത്രമേ നോക്കുകയുള്ളൂ. അതെ, ഇതിനോടകം സാമൂഹ്യ നീതി വകുപ്പ് മാത്രമല്ല CWCയും ഇവരൊക്കെ സത്യത്തിനു വേണ്ടി തന്നെ നിൽക്കുന്ന പ്രസ്ഥാനമാണ് എന്ന് എല്ലാവർക്കും ബോധ്യമായിട്ടുണ്ട്. അതുകൊണ്ടാണല്ലോ CWCയുടെ ചെയർമാനായിരുന്ന രാജീവ് എന്നയാളിനെ സസ്പെൻഡ് ചെയ്തത്. അതും പോക്സോ വകുപ്പാണ് ചുമത്തിയിരിക്കുന്നത് എന്നും കേൾക്കുന്നുണ്ട്. അവർ സത്യസന്ധത മാത്രമായിരുന്നു നോക്കിയിരുന്നെങ്കിൽ എപ്പോഴേ ഈ സ്ഥാപനം പൂട്ടുമായിരുന്നു. മാത്രവുമല്ല, നിങ്ങളെ അകത്താക്കുകയും ചെയ്യുമായിരുന്നു. ആ സ്ഥാപനത്തിൽ പ്രായപൂർത്തിയാകാത്ത സമയത്ത് ഒരു പെൺകുട്ടി ലൈംഗിക ചൂഷണത്തിന് ഇരയായി എന്ന പേരിൽ ഒരു കേസ് പോലീസ് എടുത്തിട്ടുണ്ട്. പക്ഷേ ആരെയും പ്രതി ചേർത്തിട്ടില്ല. ആരും പ്രതികളില്ല എന്നുണ്ടെങ്കിൽ പിന്നെ എങ്ങനെയാണ് ഈ കേസൊക്കെ വരിക? അതെനിക്ക് മനസ്സിലാകുന്നില്ല. നിങ്ങളുടെ മകനും മരുമകളുമാണ് പ്രതിസ്ഥാനത്ത് വന്നിരിക്കുന്നത്. അത് നിങ്ങൾക്കും അറിയാം, അവർക്കും അറിയാം, നാട്ടുകാർക്ക് എല്ലാവർക്കും അറിയാം. പക്ഷെ പോലീസ് മാത്രം ഇപ്പോഴും പ്രതി ആരാണ് എന്ന് കൃത്യമായി കണ്ടെത്തിയിട്ടില്ല. ഈ സംഭവം വേറെ എവിടെയെങ്കിലും ആയിരുന്നെങ്കിലോ, ഒരു സാധാരണക്കാരൻ്റെ ജീവിതത്തിലായിരുന്നു സംഭവിച്ചിരുന്നെങ്കിലോ ഇപ്പോൾ എപ്പോഴേ അറസ്റ്റ് നടന്നേനെ, പത്രത്തിൽ പടം ഉൾപ്പെടെ വാർത്തയും വന്നേനെ. പക്ഷേ പോക്സോ വകുപ്പ് പ്രകാരം കേസെടുത്തിട്ടും പ്രതി ആരാണ് എന്ന് കണ്ടെത്തുന്നില്ല. ഈ പ്രതിക്ക് യാതൊരു പ്രശ്നവുമില്ല എന്ന് വരുമ്പോൾ എന്താണ് അതിൻ്റെ കാരണം? അക്കൗണ്ടിൽ മിനിമം ബാലൻസ് പോലും ഇല്ല എന്ന് പറയുന്ന നിങ്ങളുടെ സ്വാധീനമാണ് അതിൻ്റെ പിൻപിൽ കൂടി സമൂഹത്തിന് ബോധ്യപ്പെടുന്നത്. ഒട്ടനവധി ശബ്ദ സന്ദേശങ്ങൾ നിങ്ങൾക്കെതിരെ പലരും പുറത്തുവിട്ടു. അവിടെ ഉണ്ടായിരുന്നവരും ഇപ്പോഴുള്ളതുമായ പല അന്തേവാസികളും പല വീഡിയോ ക്ലിപ്പുകൾ പോലും നിങ്ങൾക്കെതിരെ പുറത്തുവിട്ടു. അവരനുഭവിക്കുന്ന ദാരിദ്ര്യത്തിൻ്റെയും പീഡനത്തിൻ്റെയും കഥകളൊക്കെയായിരുന്നു അതിനകത്ത് വിവരിച്ചിരുന്നത്. ഇതൊക്കെ വെച്ച് സ്വമേധയാ നിങ്ങൾക്കെതിരെ കേസെടുക്കേണ്ടതാണ് മനുഷ്യാവകാശ കമ്മീഷനും അതുപോലെ തന്നെ ഈ പറയുന്ന സാമൂഹ്യക്ഷേമ വകുപ്പുമൊക്കെ. എന്നാൽ അവരെന്താണ് ചെയ്തത്? ഈ ആരോപണം ഉന്നയിച്ച ആൾക്കാരെ ഒന്ന് കാണുവാനോ അതിൻ്റെ നിജസ്ഥിതി എന്താണെന്ന് അന്വേഷിക്കുവാനോ തയ്യാറാകാതെ നിങ്ങൾക്ക് അവർ ക്ലീൻ ചിറ്റ് തന്നു. അതെന്തുകൊണ്ടാണ്? അവിടെ ഉണ്ടായിരുന്ന ഒരു പെൺകുട്ടി നിങ്ങളുടെ അവിഹിതം നോക്കിക്കണ്ടു എന്ന് പറഞ്ഞിട്ട് അവരുടെ മുഖം കാണിച്ചുകൊണ്ടൊരു വീഡിയോയിൽ വന്നു. അവരതിനെപ്പറ്റി ലോകത്തോട് തുറന്നു പറഞ്ഞു. ആ പെൺകുട്ടിയെ നിങ്ങളും നിങ്ങളുടെ ഗുണ്ടകളും ചേർന്ന് അടിച്ച് അവശയാക്കി ഒടുവിൽ അലമാരയ്ക്കുള്ളിൽ കുത്തിത്തിരികി എന്നുകൂടി ആ കുട്ടി വെളിപ്പെടുത്തി. ഒരു രാത്രി മുഴുവനും ആ കെട്ടിടത്തിൻ്റെ മുകളിലത്തെ നിലയിൽ നിങ്ങൾക്കൊപ്പം നിങ്ങളുടെ ഒരു പ്രധാനപ്പെട്ട സ്പോൺസർ ഉണ്ടായിരുന്നുവെന്നും ആ വ്യക്തിയുടെ പേര് ഏത് പോലീസ് സ്റ്റേഷനിൽ വേണമെങ്കിലും ഏത് അന്വേഷണ സമിതിയുടെ മുമ്പിൽ വേണമെങ്കിലും വെളിപ്പെടുത്തുവാൻ അവർ തയ്യാറാണ് എന്ന് തുറന്നു പറഞ്ഞു. ഇത്രമാത്രം സത്യസന്ധതയും ആത്മാർത്ഥതയുമുള്ള സാമൂഹിക ക്ഷേമ വകുപ്പും പോലീസും CWCയും ഒക്കെ ഈ പെൺകുട്ടി ഏതാണെന്നോ ഇവരെന്തൊക്കെയാണ് ഈ പറയുന്നതെന്നോ ഒന്ന് അന്വേഷിക്കാൻ പോലും തയ്യാറായിട്ടില്ല. അതെന്തുകൊണ്ടാണ്? നമ്മുടെ സമൂഹത്തിലെ ഒരു സാധാരണക്കാരനെതിരെ ആയിരുന്നു ഇത്തരത്തിലുള്ള ഏതെങ്കിലും ഒരു ആരോപണം വന്നിരുന്നുവെങ്കിൽ എന്താകുമായിരുന്നു ഇപ്പോൾ അവൻ്റെ അവസ്ഥ? അപ്പോൾ നിങ്ങൾക്ക് പോലീസിൻ്റെയും ഉന്നത അധികാരികളുടെയും സാമൂഹിക ക്ഷേമ വകുപ്പിൻ്റെയും എല്ലാം നല്ല രീതിയിലുള്ള പ്രിവിലേജ് അത് കൃത്യമായിട്ട് ലഭിക്കുന്നുണ്ട്. അവർ നിങ്ങളെ സംരക്ഷിക്കുകയാണ്.
വെറുതെ നിങ്ങളെ സംരക്ഷിക്കാൻ ആരും വരില്ല. അവർക്ക് എന്തെങ്കിലും പ്രയോജനമുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് അവർ സുരക്ഷ ഒരുക്കത്തുള്ളൂ. അല്ലായിരുന്നുവെങ്കിൽ ഇത്രയധികം ആരോപണങ്ങൾ നിങ്ങൾക്കെതിരെ ഉണ്ടായപ്പോൾ ഗൗരവമായി പോലീസ് അത് അന്വേഷിക്കുകയും നടപടിയെടുക്കുകയും ചെയ്യുമായിരുന്നു. ഇതൊന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ ജനങ്ങൾക്കെല്ലാം മനസ്സിലാകുന്നുണ്ട്. എന്നിട്ട് നിങ്ങൾ പറയുന്നു യൂട്യൂബർമാരാണ് നിങ്ങൾക്കെതിരെ അനാവശ്യമായിട്ടുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് എന്ന്. യൂട്യൂബർമാർ അവർക്ക് ലഭിച്ച തെളിവുകളുടെയും വിവരങ്ങളുടെയും അടിസ്ഥാനത്തിലാണ് സംസാരിച്ചിട്ടുള്ളത്. ഒരു പെൺകുട്ടിയുടെയും അതിൻ്റെ അമ്മയുടെയും സ്വകാര്യ ഭാഗത്ത് നിങ്ങൾ മുളകുപൊടി തേച്ചത് കണ്ണുനീരോടുകൂടി ഒരു കുട്ടി വിളിച്ചു പറഞ്ഞു ലോകത്തോട്. വിദേശത്ത് ജോലി ചെയ്ത ഒരു സ്ത്രീ അവരുടെ മകളെ ഒന്ന് കാണുവാൻ വേണ്ടി പല ആവർത്തി അവിടെ വന്നിട്ട് നിങ്ങൾ ആ പെറ്റതള്ളയ്ക്ക് അവരുടെ കുഞ്ഞിനെ ഒന്ന് കാണിച്ചു കൊടുക്കുവാൻ തയ്യാറാവാതെ വന്നതും, അവരെ ഭീഷണിപ്പെടുത്തിയതും, അവർക്കെതിരെ കേസ് കൊടുക്കും എന്ന് പറഞ്ഞവരെ വിരട്ടി ഓടിച്ചതുമൊക്കെ അവർ തുറന്നു പറഞ്ഞു ലോകത്തോട്. മാത്രവുമല്ല, നിങ്ങൾ നിങ്ങളുടെ മകളാണ് എന്ന് സ്നേഹത്തോടെ വിളിച്ചു പറയുന്ന അനാമിക എന്ന പെൺകുട്ടി വിവാഹം കഴിഞ്ഞ ആദ്യ രാത്രിയിൽ തന്നെ മരണഭയത്തോടുകൂടി വീട് വിട്ടോടി കാടും തോടും എല്ലാം ചാടിക്കടന്ന് ഒടുവിൽ ഏതോ ഒരു വീട്ടിൽ അഭയം പ്രാപിച്ചു. അവിടെ നിന്ന് ഓടിച്ചെന്ന് ഒടുവിൽ പോലീസ് സ്റ്റേഷനകത്ത് കയറി. ഇതൊക്കെ നാട്ടുകാർ പലരും ദൃക്സാക്ഷികളാണ്, അവർ പലരും സാക്ഷ്യപ്പെടുത്തിയതാണ്. എന്നാൽ ഇതൊന്നും ഗൗരവമുള്ള വിഷയമായി പോലീസ് കണ്ടിട്ടില്ല. ഈ മറുപടി വീഡിയോയ്ക്കകത്ത് ഇതിനൊന്നുമുള്ള മറുപടി നിങ്ങൾ പറയുന്നുമില്ല. 40-ലധികം മിനിറ്റുകൾ ഉപയോഗിച്ചുകൊണ്ട് എങ്ങും തൊടാതെയുള്ള കുറേ വെള്ളപൂശൽ മാത്രമാണ് നിങ്ങളുടെ വീഡിയോയിൽ നടക്കുന്നത്. 2-3 യൂട്യൂബർമാരാണ് നിങ്ങളെ ഏറ്റവും അധികം ആക്രമിച്ചത് എന്നൊക്കെ നിങ്ങൾ പറയുന്നുണ്ടല്ലോ. അവരുടെ വീഡിയോകളൊക്കെ ഒന്ന് പരിശോധിക്കണം. ഈ പറഞ്ഞ ആരോപണങ്ങളെല്ലാം ഓരോരുത്തരും പുറത്തുവിട്ടത് ഈ ചാനലുകളിൽ കൃത്യമായി ഇപ്പോഴും കിടപ്പുണ്ട്. ഇതിനൊക്കെ മറുപടിയായിട്ട് എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത്? അവിഹിതത്തെക്കുറിച്ചും മുളകുപൊടി വിതറിയതിനെക്കുറിച്ചും ലക്ഷ്മി എന്ന പെൺകുട്ടിയുടെ മരണം നടന്നതിനെക്കുറിച്ചും ഇടികൊടുത്തൊരു കുട്ടിയെ അലമാരിക്കുള്ളിൽ കയറ്റിയതിനെക്കുറിച്ചുമൊക്കെ ഒട്ടനവധി ആരോപണങ്ങൾ ഇപ്പോഴുമുണ്ട്. അതിനൊക്കെ നിങ്ങളൊരു വിശദീകരണം പറയൂ. അല്ലാതെ ഞാൻ നിരപരാധിയാണ്, എന്നെ നിങ്ങൾ ക്രൂശിക്കരുത് എന്നൊന്നും പറഞ്ഞ് രക്ഷപ്പെടാൻ ശ്രമിക്കരുത്. ഞാൻ കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയെടുത്ത ഒരു പേര്, ഒരു ഇതേപോലെ ഞാൻ വിഷമിച്ച എൻ്റെ രാഷ്ട്രം മരിച്ചത് പോലും ഞാൻ ഇത്രയും തകർന്നിട്ടില്ല. എന്നുവെച്ചാൽ അത്രയ്ക്ക് മോശമായിട്ടല്ലേ നിങ്ങളെല്ലാവരും എന്നെ പറയുന്നത്. അതിന് ഞാൻ എന്താണ്, ഞാൻ നിങ്ങളോട് ചെയ്ത തെറ്റ് അതെന്താണ്? ഇത്രയും പേരെ ഇത്രയും നാൾ സംരക്ഷിച്ചതാണോ? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയേണ്ടത് അനാമിക വിഷ്ണുവിൻ്റെ കാര്യമുണ്ട്. അനാമിക എന്ന് വെച്ചാൽ അവൾക്ക് 18 വയസ്സാവുന്നതിന് 2-3 മാസം, 3-4 ഒരു എൻ്റെ ഉണ്ണി ഗൾഫിൽ നിന്നൊക്കെ വരുന്നതിന് മുന്നേ തന്നെ എനിക്ക് അവളെ ഇഷ്ടമായിരുന്നു. അവളുടെ കാര്യം ഞാൻ പലരോടും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവൾക്ക് സർവ്വ സ്വാതന്ത്ര്യം കൊടുത്തിരുന്നു ഞാനിവിടെ. എന്ന് വെച്ചാൽ നാളെ സമയത്ത് 18 വയസ്സ് കഴിയുമ്പോൾ എൻ്റെ മരുമോളാക്കാം എന്ന രീതിയിൽ അവളെ ഞാൻ എൻ്റെ മോളായിട്ട് തന്നെ അങ്ങ് എടുത്തായിരുന്നു. അപ്പോഴും കല്യാണത്തിന് മുന്നേ തന്നെ അതിവിടെ വന്നിട്ടുള്ള സ്പോൺസർമാർക്ക്, ഗസ്റ്റുകൾക്ക്, പിന്നെ ഡിപ്പാർട്ട്മെന്റ് ബേസിൽ ഓരോ ഫംഗ്ഷന് വന്നവർക്കെല്ലാം അറിയാം ഇവിടുത്തെ ഓരോ ഫംഗ്ഷനും കോർഡിനേറ്റ് ചെയ്യുന്നത് അനാമികയായിരുന്നു. അത്രയ്ക്ക് അവൾക്ക് സ്വാതന്ത്ര്യം കൊടുത്തിട്ടുണ്ടായിരുന്നു. 18 വയസ്സ് കഴിഞ്ഞിട്ട് അവർ തമ്മിൽ ഇഷ്ടപ്പെട്ടുള്ളൂ എന്ന് നിങ്ങൾക്കറിയുന്ന പോലെ എനിക്കും അറിയത്തുള്ളൂ. ഇന്ന് വരെ എൻ്റെ അടുത്തും അവരൊന്നും പറഞ്ഞിട്ടില്ല. എനിക്ക് അതിനെക്കുറിച്ചൊന്നും അറിയത്തില്ല. ഞാനൊരു അമ്മയല്ലേ, എൻ്റെ അടുത്ത് എങ്ങനെ അവരെന്തെങ്കിലും പറയുമോ? എനിക്കറിയത്തില്ല. അതിപ്പം കേസായിട്ട് നടക്കും. അതിനെക്കുറിച്ച് കൂടുതൽ ഞാനൊന്നും പറയുന്നില്ല. സത്യത്തിൽ എനിക്കും അറിയത്തില്ല. എനിക്കും അറിയാത്ത കാര്യം ഞാൻ ഇന്നും ഈ സമയത്തും ഞാൻ അനാമിയോട് ചോദിച്ചു. അവളൊന്നും പറയുന്നില്ല. അവൾ പറയാതെ എങ്ങനെയാണ് ഞാൻ അറിയുന്നത്? അതുകൊണ്ട് എനിക്ക് അതിനെക്കുറിച്ചൊന്നും അറിയത്തില്ല. പിന്നെയെന്ന് വെച്ചാൽ നിങ്ങൾ ഒരുപാട് ആരോപണങ്ങൾ എൻ്റെ മേളിൽ അടിച്ചേൽപ്പിക്കുന്നു. ഈ നമ്മുടെ വീട്ടിലൊരു കുഞ്ഞൊരു തെറ്റ് ചെയ്താൽ അത് വീട്ടിലെ അച്ഛനും അമ്മയോടും പറയുമോ? നമ്മൾ അറിഞ്ഞുകൊണ്ട് നമ്മുടെ കുഞ്ഞുങ്ങൾ ഒരു തെറ്റ് ചെയ്യാൻ നമ്മൾ അനുവദിക്കുമോ? നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്ക്. ഞാനൊരു അമ്മയാണ്. ഞാൻ അറിഞ്ഞുകൊണ്ടൊരു തെറ്റ് ചെയ്യാനെ കൊണ്ട്, ഇങ്ങനൊരു സ്ഥാപനം നടത്തുന്ന ഞാൻ അറിഞ്ഞുകൊണ്ടൊരു തെറ്റ് ചെയ്യാൻ ഞാൻ അനുവദിക്കൂ? ഒരു പക്ഷെ അങ്ങനെ ഒരു തെറ്റ് വന്നു എനിക്കത് അറിയാമെന്നുണ്ടെങ്കിൽ ഇത്രയും പ്രശ്നം ഇവിടെ ഉണ്ടാകുമോ? അതുണ്ടാവാതിരിക്കാൻ ശ്രമിക്കത്തില്ലേ? അനാമികയുടെയും വിഷ്ണുവിന്റെയും കാര്യത്തിൽ സംഭവിച്ചത് തെറ്റാണ് എന്നുള്ളത് നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം. നിങ്ങളാണ് അതിനുള്ള വഴിവെച്ചതെന്നും നിങ്ങൾക്കിതൊക്കെ നേരത്തെ അറിയാമായിരുന്നു എന്നൊന്നും ആരും ആരോപിച്ചിട്ടില്ല. പക്ഷേ പെൺകുട്ടി പ്രഗ്നന്റ് ആയി എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കി. ഇനിയിപ്പോൾ അതിൽ നിന്ന് രക്ഷപ്പെടുവാൻ കഴിയില്ല എന്ന് തിരിച്ചറിഞ്ഞപ്പോൾ നിങ്ങൾ നിങ്ങളുടെ മകനെ കൊണ്ട് ആ കൊച്ചിനെ കെട്ടിച്ചു. വേറെ മാർഗമില്ലല്ലോ. പക്ഷേ അനാമികയെ മകളായി ഏറ്റെടുത്തു, സർവ്വ സ്വാതന്ത്ര്യവും കൊടുത്തു എന്നൊക്കെ നിങ്ങൾ പറയുന്നത് പച്ചക്കള്ളമാണ്. അത് വിശ്വസിക്കാൻ പറ്റില്ല. കാരണം ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ വിവാഹത്തിന്റെ അന്ന് രാത്രിയിലാണ് ആ പെൺകുട്ടി പ്രാണരക്ഷാർത്ഥം ആ വീട്ടിൽ നിന്നും ഓടി പോലീസ് സ്റ്റേഷനിൽ പോയി കയറിയത്. അത് വെറുമൊരു ആരോപണമല്ല, സത്യസന്ധമായ കാര്യമാണ്. അതിന് ദൃക്സാക്ഷികളുണ്ട്. സോഷ്യൽ മീഡിയയിൽ വന്ന് അമ്മായിയമ്മയും മരുമകളും തമ്മിലുള്ള തീവ്ര സ്നേഹത്തിന്റെ ദൃശ്യങ്ങളൊക്കെ വാരി വിതറിയിട്ട് ക്യാമറ ഓഫ് ചെയ്തതിനു ശേഷം നിങ്ങൾ കീരിയും പാമ്പും പോലെയായിരുന്നു എന്നുള്ളത് പല സോഴ്സുകളിൽ നിന്നായി പുറത്തു വന്നു കഴിഞ്ഞു. ഇപ്പോൾ ചുരുക്കത്തിൽ ആ കുട്ടിയെ നിങ്ങൾ ഇഷ്ടപ്പെട്ട് ഏറ്റെടുത്തതല്ല, പെട്ടുപോയി. അതുകൊണ്ട് മറ്റു മാർഗമില്ലാത്തതിനാൽ നിങ്ങളുടെ മകന്റെ മേൽ അത് വെച്ച് കെട്ടി. അതല്ലാതെ എന്താണ് അതിനെക്കുറിച്ച് പറയാനുള്ളത്? പിന്നെ
അനാഥയായ ഒരു പെൺകുട്ടിയെ പ്രേമിക്കുവാനും അവളെ ലൈംഗികമായി പീഡിപ്പിക്കുവാനും ഒന്നും നിങ്ങൾ നിങ്ങളുടെ മകനോട് പറഞ്ഞിട്ടുണ്ടാവില്ല എന്നുള്ളത് എല്ലാവർക്കും മനസ്സിലാവും. പിള്ളേരാണ്, അവരുടെ ചോരത്തിളപ്പിൻ്റെ പ്രായമാണ്. അവർ ഇരുചെവി അറിയാതെ കാട്ടിക്കൂട്ടിയ കാര്യങ്ങളാണ്. പക്ഷേ അവസാനം കുഴപ്പത്തിലായി. ഇപ്പോൾ അതേപ്പറ്റി സംസാരിക്കുമ്പോഴും അനാമികയോട് ചോദിച്ചിട്ട് അവൾ ഇപ്പോഴും കൃത്യമായിട്ടൊന്നും പറയുന്നില്ല എന്ന് നിങ്ങൾ പറയുമ്പോൾ തന്നെ ആ നിശബ്ദതയിൽ സത്യങ്ങളെല്ലാം മറഞ്ഞു കിടപ്പുണ്ട് എന്നുള്ളത് ആർക്കാണ് ബോധ്യപ്പെടാത്തത്? അതുമാത്രവുമല്ല, ഏറ്റവും വലിയ തെളിവ് ആ പെൺകുട്ടിയെ ചികിത്സിച്ച ഗൈനക്കോളജിസ്റ്റിന്റെ മൊഴിയാണ്. അവർ വളരെ കൃത്യമായി കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇനിയുള്ള കാര്യങ്ങൾ അത് കോടതിയാണ് തെളിയിക്കേണ്ടത്. താങ്ക് യു ഫോർ വാച്ചിങ്. അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം ഇൻഷാ അല്ലാ.